ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു കോംബോ റെസിപ്പിയാണ്. ഫ്രൈഡ് റൈസും അതുപോലെ അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ചില്ലി ചിക്കനും ആട്ടാ ചെയ്യുന്നത്. ഇതുവരെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എന്തായാലും ചെയ്തു നോക്കാം. വീഡിയോ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ചെയ്തു നോക്കാം, ശരിയാവും. അപ്പം ഫസ്റ്റ് തന്നെ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചിക്കൻ എടുത്ത് വെച്ചിന്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ആട്ടാണ് എടുത്ത് വെച്ചത്. ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിന്. ഇനി ഇതിലേക്ക് ഈ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ, നമുക്കിതിലേക്ക് സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വെക്കാം. ഇനി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ കുറച്ചങ്ങനെ ഒഴിച്ചാൽ മതി. ഇത് നമുക്ക് മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 മുട്ട അങ്ങനെ പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇതിന് മേലെയായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്ന സമയത്ത് അങ്ങനെ വല്ലാണ്ട് അങ്ങനെ പൊടി പൊടിയായിട്ട് അങ്ങനെ ആക്കി എടുക്കണ്ട. അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ തന്നെ അങ്ങനെ ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഈ ഫ്രൈഡ് റൈസ് കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുന്ന ആ ഒരു രീതിയിൽ തന്നെ അങ്ങനെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ അങ്ങനെ ചെയ്തിട്ടെടുക്കാം. നമുക്കിതാ മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ സെയിം പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം തന്നെയാട്ടോ ഈ ഒരു സമയത്തെല്ലാം വെക്കേണ്ടത്. ഇനിതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് ആ ചിക്കന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. ചിക്കൻ വല്ലാണ്ട് അങ്ങനെ പൊട്ടുന്ന രീതിയിൽ ചെയ്തിട്ട് എടുക്കണ്ട, പിന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. ഞാൻ നമ്മുടെ ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട അരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിന് വേണ്ടി ചെയ്താൽ ഒരു 3 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തത്. ഇനി ഈ അരി നല്ലോണം കഴുകിയ ശേഷം നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിനാണ് നല്ലോണം കഴുകിയ ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു 20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. കൂടി പോണ്ട, 20 മിനിറ്റ് അങ്ങനെ മതി. ഇനി ആ അരി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ വറ്റിച്ചെടുക്കുകയല്ല, ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം തന്നെ വെള്ളം വെച്ചിന്. അതിലേക്ക് നമ്മളെടുത്ത അരിക്ക് കണക്കായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ വെള്ളം തിളച്ച് വന്നിന്. ഈ ഒരു സമയത്ത് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരി 20 മിനിറ്റിന് ശേഷം വെള്ളം കംപ്ലീറ്റ് കളഞ്ഞിട്ട് എടുത്തതാണ്. ആ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഈ ഒരു അരി വേവിക്കുന്ന സ്റ്റെപ്പ് കറക്റ്റായിട്ട് അങ്ങനെ ചെയ്യാം. ഈ അരി കൂടുതൽ അങ്ങ് വെന്ത് കഴിഞ്ഞാലും അതുപോലെ തീരെ വേവാണ്ടായി കഴിഞ്ഞാലും ഫ്രൈഡ് റൈസ് ശരിയായി കിട്ടൂല. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം. ഓരോ അരിയും വേവുന്ന ടൈമിൽ ഡിഫറൻസ് ഉണ്ടാവും. ഞാനിപ്പോൾ എടുത്ത അരി കറക്റ്റ് 9 മിനിറ്റ് കൊണ്ട് എനിക്ക് ഒരു 80% അങ്ങനെ വെന്ത് കിട്ടീന്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന അരി ചിലപ്പോൾ 9 മിനിറ്റ് വേണമെന്നില്ല, അതിന് മുമ്പ് തന്നെ അങ്ങനെ വെന്ത് കിട്ടും. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്തിട്ട് നോക്കിയിട്ട് അങ്ങനെ ചെയ്തിട്ടെടുക്കാം. ഒരു 80% കറക്റ്റ് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു 9 മിനിറ്റ് അങ്ങനെ വെച്ചിന്. എനിക്ക് കറക്റ്റ് ഒരു 80% ഈ ഒരു സമയത്ത് വെന്ത് കിട്ടീന്. ഇനി ഇത് നമുക്കൊന്ന് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇതിനാണ് അതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുത്തിന്. എന്നിട്ട് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ടെടുത്തിന്. ഇനി ഇതൊന്ന് നമുക്ക് കുറച്ച് വലുപ്പമുള്ള പാത്രത്തിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ട്രേ ആട്ടോ എടുത്തത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വലുപ്പമുള്ള പാത്രത്തിൽ അങ്ങനെ നിരത്തിയിട്ട് അങ്ങനെ ഇടാം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കാൻ വെച്ച ചിക്കനാണ്. അത് ഒരു സൈഡിലായ ശേഷം ഞാൻ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിനു. അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് 2 സൈഡും അങ്ങനെ ഫ്രൈ ആയി വന്നിന്. ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. പിന്നെ ചിക്കൻ ഫ്രൈ ആക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. കാരണം ചിക്കൻ ഓവറായിട്ട് അങ്ങനെ
പൊട്ടുന്ന രീതിയിൽ ആക്കിയെടുക്കണ്ട. ചിക്കൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് പോവാണ്ട് നോക്കണം. അപ്പോൾ ഇതാ ചിക്കന് എടുത്ത് മാറ്റീന്. ഇനി ഈ ഒരു സെയിം പാനിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഓയിൽ നിങ്ങളെ പാനിൽ ഇല്ല എങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു 3 അല്ലി വെളുത്തുള്ളി, നല്ല വലുപ്പമുള്ള 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിന്. ആ ഒരു രീതിയിൽ ചെറുതായിട്ട് തന്നെ അങ്ങനെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കാം. ഇനി ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ്, ബീൻസ്, സ്പ്രിംഗ് ഓണിയൻ ഇതെല്ലാം ചെറുതായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിന് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു വലുപ്പമുള്ള ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ആട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളെ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻ ഇല്ലേ, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ബീൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ കൂടിപ്പോണ്ട, ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. അതുപോലെ നമുക്കിതിലേക്ക് സോയാ സോസും കൂടി ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഉപ്പ് ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണ് അങ്ങനെ ചേർത്തിട്ടുണ്ട്. എന്നിട്ടതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെച്ച് ആ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു ഗ്രീൻ പോർഷൻ ഇല്ലേ, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ആ റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേവ് ശ്രദ്ധിക്കണം. അതുപോലെ വേവിച്ചെടുത്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം കളഞ്ഞിട്ട് തന്നെ അത് ഈ ഒരു രീതിയിൽ വലുപ്പമുള്ള ഒരു പാത്രത്തിൽ അങ്ങനെ ഇട്ട് വെക്കാം. ഞാൻ ഫസ്റ്റ് സ്ട്രെയിനറിൽ ഇട്ടിട്ട് കംപ്ലീറ്റ് വെള്ളം കളഞ്ഞ ശേഷം കേട്ടോ വലുപ്പമുള്ള ഒരു ട്രേയിലേക്ക് അങ്ങനെ നിരത്തി ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതാ നമ്മൾ റൈസെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു രീതിയിൽ ഫസ്റ്റ് സ്പൂൺ വെച്ചിട്ട് താഴ്ന്ന മേലോട്ടേക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസ് പൊട്ടിപ്പോകാണ്ട് നോക്കണം. എന്നിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് 2 ഹാൻഡിൽ പിടിച്ചിട്ട് നമ്മുടെ പാൻ്റെ 2 ഹാൻഡിൽ പിടിച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ ആയിക്കോളും. ഇനി ഇതൊരു 10 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് അതവിടെ വെക്കാം. അപ്പോൾ നമ്മളെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചില്ലി ചിക്കൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിതാ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് തന്നെ ആയിട്ട് എടുത്തത്. അപ്പോൾ ഇതാ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചേർത്തിന് കേട്ടോ ഞാൻ. ഇത് നിങ്ങൾക്ക് പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ചേർത്താലും മതി. പിന്നെ അതിലേക്ക് ഈ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ ഒരു
2 മണിക്കൂർ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാം, അതല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് അങ്ങനെ വെക്കാം. ഇതിപ്പോൾ ഞാൻ 2 മണിക്കൂറിന് ശേഷമാട്ടോ എടുക്കുന്നത്. 2 മണിക്കൂറിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിന്. എന്നിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർക്കുന്ന സമയത്ത് അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ അങ്ങനെയാട്ടാ ചേർത്തത്. ഇനിതാ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിന് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായ ശേഷം നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ആ ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇപ്പം ഞാൻ 2 തവണയായിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ തവണ കുറച്ചിട്ടിട്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ അവിടുന്ന് ഫ്രൈ ആകുന്ന ആ ഒരു സമയത്തേക്ക് നമുക്ക് ചെറിയൊരു ഇതിലേക്ക് വേണ്ട ഒരു സോസിന്റെ മിക്സ് ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട്. അതിനോട് ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് വല്ലാണ്ടങ്ങ് കൂടി പോകണ്ട, കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്യാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിന് കേട്ടോ. ഇനി ഇത് അവിടെ മാറ്റി വെക്കാം. ആ ഒരു സമയത്തേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ആയി വന്നിന് അത് നമുക്ക് പാനിൽ എടുത്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ ബാക്കി വെച്ച ചിക്കനും കൂടി ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ചിക്കന് ഒരു തവണ ഫ്രൈ ആക്കി എടുത്തിന്. എന്നിതാ ബാക്കിയുള്ള ചിക്കനും കൂടി ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. എന്നിതാ ഇതിലേക്ക് വേണ്ട കുറച്ച് വെജിറ്റബിൾസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിന്. ഞാനിതാ ഒരു 3 പീസ് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിന്. വെളുത്തുള്ളി ഞാനിപ്പോൾ നല്ല വലുപ്പമുള്ള വെളുത്തുള്ളി ആട്ടോ എടുത്തത്. അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിന്. പിന്നെ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ഉള്ളി, നല്ല വലുപ്പമുള്ള ഒരു ഉള്ളി ഈ ഒരു രീതിയിൽ സ്ക്വയർ ആയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിന്. പിന്നെ ഒരു ക്യാപ്സിക്കം, നല്ല വലുപ്പമുള്ള ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചിന്. പിന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിന്. പിന്നെ സ്പ്രിംഗ് ഓണിയനും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിന്. അപ്പോൾ ഇതാ ഇനി നമ്മൾ ചിക്കന് ഫ്രൈ ആക്കി എടുത്തിട്ട് അതവിടെ മാറ്റി വെച്ചിന്. എന്നിട്ട് ആ പാനിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ചെയ്യാം. കാരണം ഇതിൽ ചേർക്കുന്ന ആ ഒരു ഉള്ളിയും ക്യാപ്സിക്കൊന്നും വല്ലാണ്ടങ്ങ് വാടണ്ട, ചെറിയൊരു രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ആയാൽ മതി, അല്ലാണ്ട് വല്ലാണ്ടങ്ങ് വാടേണ്ടതല്ല. അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഈ വെജിറ്റബിൾസ് അങ്ങനെ വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു സോസിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് എന്തെങ്കിലും കുറവുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് സോയാ സോസിൻ്റെയും കെച്ചപ്പിൻ്റെയും ചെറിയൊരു കുറവ് തോന്നിയിട്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ സോയാ സോസും അതുപോലെ 1.5 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിന്. എന്നിട്ട് ഇതാ അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് ഇതാ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത് ഫ്രൈഡ് റൈസ് ആയാലും അതുപോലെ ചില്ലി ചിക്കൻ ആയാലും എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും ഫ്രൈഡ് റൈസും അതുപോലെ ചില്ലി ചിക്കനും ഇതുവരെ ചെയ്തിട്ട് ശരിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഈ ഒരു രീതിയിൽ വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.